ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ബീഫ് കറിയുടെ വീഡിയോ ആണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ചാനൽ മറക്കാതെ ലൈക്ക്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് നമ്മളിടുന്നത്. സോ ബീഫ് കറിക്ക് നല്ല 2.5 കിലോ ബീഫ് മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ സാധനം അരകല്ലിൽ തന്നെ അങ്ങ് അരച്ചെടുക്കുമായിരുന്നു. വെളുത്തുള്ളിയും ഇഞ്ചിയും. പിന്നെ നേരെ അയത്ത് തോട്ടത്തിൽ പോയിട്ട് കറിവേപ്പില പറിക്കുകയാണ്. കറിക്ക് കറിവേപ്പില ഇല്ലാതെ എന്തല്ലേ. അപ്പോൾ തിരിച്ചിങ്ങോട്ട് വരാൻ നേരത്താണ് നമ്മുടെ ഈ ചീമപ്പുള്ളി എന്നൊക്കെ പറയും ഇവിടെ ഇത് കാണുന്നത്. ഇതിൻ്റെ അച്ചാറിടുന്ന വീഡിയോ അടുത്തൊരു തവണയായിട്ട് ഇടുന്നതായിരിക്കും. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ കുഞ്ഞുള്ളി, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റൊക്കെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ശേഷം നമുക്ക് നമ്മുടെ ബീഫ് വേവിക്കാൻ കുക്കറിലിട്ട് വേവിക്കാൻ. അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ വേവിക്കാൻ വെച്ചേക്കുന്നു. 3 വിസിൽ കേൾക്കണം, അതാണ് കണക്ക്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഉണ്ട് കേട്ടോ, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ ഇതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിക്കുക. അത് നല്ല തിളച്ച് വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇടുക. കറിവേപ്പില ഇട്ട സമയത്ത് ഇതിന് ചെറുതായിട്ട് കട്ടിക്കഴിയുന്നു കേട്ടോ. തീ ഇച്ചിരി കൂടുതലായിരുന്നു. നമ്മൾ ഗ്യാസ് അല്ലല്ലോ, നമ്മൾ അടുപ്പിൽ തന്നെ വെക്കണം, എന്നാലും ഇതിൻ്റെ കറി ടേസ്റ്റ് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അടുപ്പിൽ വെക്കുമ്പോൾ ഒരു പ്രശ്നമാണ്, തീ കൂടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അതിലേക്ക് നമ്മുടെ കുഞ്ഞുള്ളിയും സവാളയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുക. ഇത് പെട്ടെന്ന് നല്ല വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് വഴണ്ട് വരും. നല്ല വഴണ്ട് വരാൻ നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുന്നത് വെച്ചാൽ നല്ലൊരു സ്മെല്ലാണ്, നല്ലൊരു മണമായിരിക്കും. മാത്രമല്ല കാണുമ്പോൾ നമുക്കറിയാം ഒരു ബ്രൗണിഷ് ഷെയ്ഡൊക്കെ ആവും. അടുക്കി പിടിക്കാതെ നോക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമ്മുടെ മസാല കൂട്ടുകളൊക്കെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, നമ്മളിതിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒന്നും ഇട്ട് കൊടുക്കുന്നത്. ഈ മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മുടെ വീട്ടിൽ സ്വന്തം നമ്മുടെ പറമ്പിൽ നിന്ന് നമ്മൾ കൃഷി ചെയ്തെടുത്തതാണ്. പിന്നെ മുളക് പൊടി നമ്മൾ കടയിൽ നിന്ന് മേടിച്ചല്ല, മുളക് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ട് നമ്മൾ മില്ലിൽ കൊണ്ട് പൊടിപ്പിക്കുമായിരുന്നു. കുരുമുളക് നമ്മൾ സ്വന്തം ഇവിടെ ഉണ്ട്, കുരുമുളക് പൊടി. പിന്നെ മല്ലിപ്പൊടി കടയിൽ നിന്ന് മേടിച്ചല്ലേ പറ്റൂ. ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ ചതയ്ക്കുന്നതായിരിക്കും. ഇൻസ്റ്റൻ്റായിട്ട് നമ്മളൊന്നും ഇവിടെ ഉപയോഗിച്ചിട്ടില്ല, ഫുൾ നാച്ചുറൽ ആയിട്ടുള്ളത്. ഇതൊന്നും അടുക്കി പിടിക്കാൻ നോക്കണം. ഗരം മസാല കൂടി ആഡ് ചെയ്യാം. തീ കൂടുതലാവുകയാണെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഈ സമയത്ത് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ ആയിരുന്നു, നമ്മൾ കഴിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ പോയി പഴങ്ങി മേടിച്ചു. അപ്പോൾ അതാണ് നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന ബീഫ് വെന്തിരുന്നു. കുക്കറിൽ വെച്ചില്ലേ, നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ല നെയ്യ് ഉണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് നമ്മൾ കറിവേപ്പില ആഡ് ചെയ്തു. നല്ല തിളക്കട്ടെ. തിളച്ച് വെന്ത് ഒരു പരുവാവണം. നല്ല തിളച്ചത് കുറുകണം, എന്നാലും അതിൻ്റെ ആ രുചി കിട്ടത്തുള്ളൂ നമുക്ക്. നല്ല തിളച്ച് നമ്മളെ കുറുകി എടുക്കണം. അപ്പോഴാണ് ഓർത്തത് നമ്മുടെ തേങ്ങാക്കൊത്തൊന്നും ഇട്ടില്ലായിരുന്നു. ഇത് ഉള്ളി വഴറ്റുമ്പോഴേ ഇത് ഇടണം. ഇപ്പം ഇട്ടാലും സാരില്ല, നല്ലപോലെ വഴറ്റി കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോഴാണ് നമ്മുടെ പുതിനയില, മല്ലിയില, കറിവേപ്പിലയും കൂടി 3 കൂടി മിക്സ് ചെയ്ത് നമ്മൾ ഇടുന്നുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കാതെ. അപ്പം നമ്മുടെ ചീനിക്കുട്ടനെ നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്. വേവിക്കാം. കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ബീഫ് കറി റെഡിയാവുന്നു. ബീഫും ചീനിയും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യണം.